പെരുവനം ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറയുമ്പോൾ ഊരകം എന്ന പേര് അതിലേറ്റവും പ്രധാനമാവുന്നത് അതൊരു പൂർവ്വകാലത്തെ നാമനിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഊരിന് അകം, അതാണ് ഊരകം. ഈ നാടിനൊക്കെ അകമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഊരകം എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല, അങ്ങനെ തന്നെ പറയാം. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. കഥകൾ പറഞ്ഞാൽ നിരവധിയുണ്ട്. നമ്മൾ പലവട്ടവും ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അമ്പത്തൊന്നക്ഷരാളി കലിത തനുലതോ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പൊടുപൂക്കും കുസുമതയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംബ പ്രശമന സുഹൃതോ പാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കള്ളിന വലയാദീശ്വരി വിശ്വനാഥേ. നമ്മളിന്ന് ഈ വിളക്കിനെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ പൂരക്കാലത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച നമ്മുടെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് നമ്മളും ഈ പൂരക്കാലത്തിലേക്ക് വരുന്നത്, ഈ പൂരക്കാലത്തിൽ ലയിച്ചു ചേരുന്നത്. ഞാനും ഹരിദാസേട്ടനുമാണ്. ഒരു പൂരക്കാലാണ്. ഈ ക്യാമറയും പിടിച്ച് ഇതിനെ ലോകത്തിന് മുമ്പിൽ നല്ല ചിത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടാണ് നമ്മൾ പറയുന്ന പോലെ ചാത്തക്കുട ശാസ്താവിൻ്റെ പെരുവനം ചെറയക്കോടുള്ള എഴുന്നള്ളിപ്പ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം താൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് കൂടെ കടന്നുപോയ ഫോട്ടോഗ്രാഫേഴ്സ് തിരുവനന്തപുരം ഭാഷയാണ് സംസാരിക്കുന്നത്. നോക്കുമ്പോൾ ഞങ്ങളൊരു ഫോട്ടോ കണ്ടു, അത് അന്വേഷിച്ച് വന്നാണെന്നാണ് പറഞ്ഞത്. ആ കാഴ്ച അന്വേഷിച്ച് വരുന്ന ചിലരെ നമ്മളിങ്ങനെ ഇവരിലൂടെയാണ് കാണുന്നത്. ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടം കൊണ്ട് നമ്മളും ഈ വഴിക്കൊക്കെ തിരിഞ്ഞത്. ഫോട്ടോഗ്രാഫി എളുപ്പമല്ലാത്തത് കൊണ്ട് പിന്നെ വീഡിയോഗ്രാഫിയിലായി തള്ളു മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഒരു കാലത്തേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞ് പോവാണ്, കാരണം പറഞ്ഞാൽ തീരാത്ത കഥകളുടെ പെരുവനം ആറാട്ടുപുഴ പൂരാണ്. നമുക്ക് ഹരിദാസനോട് ചോദിക്കാം. ഇന്ന് രോഹിണി വിളക്കാണ്, ഊരകത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ കാലത്തിൻ്റെ പിന്നാലെ വന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഈ ആറാട്ടുപുഴയ്ക്കും ഊരകത്തിനും ഇടയിലാണ് എൻ്റെ ഒരു വീട് വരുന്നത്. ഒരു പഴയൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ പാടമാണ്. സാധാരണഗതിയിൽ ഈ വളരെ ചെറിയ പ്രായത്തിലൊന്നും നമ്മളെ പൂരത്തിനൊന്നും കൊണ്ടുപോകാത്ത സമയത്ത് പോലും നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ആറാട്ടുപുഴ ശാസ്താവ് പാടത്തുകൂടെ വരുന്നത് ഏതാണ്ട് ഒരു കഷ്ടി കിലോമീറ്ററോളം അന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ നമുക്ക് പറയാം എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമ്പോൾ നമുക്ക് ഈ പൂരമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അച്ചാച്ചന്മാരൊക്കെ അവർ ഈ പൂരത്തിൻ്റെ പിന്നാലെ നടന്ന് അവർ അതിനോടൊക്കെ പറഞ്ഞ് ആ ഒരു ഇതും പിന്നെ നമ്മളെ മുൻപിൽ കൂടിയാണ് ഈ പൂരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിനോടുള്ളൊരു കമ്പം വന്നത്. പിന്നെ പതിയെ നമുക്കിപ്പോൾ എല്ലാ പൂരത്തിനും ഒരു കൊണ്ടുപോകണ ആയതുകൊണ്ട് ഇതിനോട് വലിയൊരു താല്പര്യം വന്നു. പിന്നെ ഇത് എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ കണ്ടു. പിന്നെ നമുക്കത് ക്യാമറയിൽ എടുക്കണമെന്ന് വിചാരിച്ചു. ഇത് ക്യാമറയിൽ എടുക്കുന്നത് കൊടാക്കിൻ്റെ പണ്ടത്തെ ഒരു ക്യാമറയുണ്ട്, ഫിലിം ക്യാമറ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർ ഫിലിമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പൂരം കാണേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കാണുന്ന ഒരു കാലത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഈ ഫോട്ടോ ഒന്നും എടുത്താൽ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് തന്നെ. ഏതാണ്ട് നമ്മളൊരു 5 വർഷത്തോളം ഫിലിമിലെടുത്തിട്ടുണ്ട്. ഫിലിമിലെടുത്തതിന് ശേഷം പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ അതിന് ശേഷം കുഞ്ഞൊരു ഡിജിറ്റൽ ക്യാമറയിൽ തുടങ്ങി. പിന്നെയാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ക്യാമറയിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ മിഴിവാർന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജിയിൽ കൂടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നും പൂരം ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഏകദേശം ഒരുമാതിരിപ്പെട്ട പൂരങ്ങൾക്കൊക്കെ നമ്മൾ പോകാറുണ്ട്, അതിനൊക്കെ എത്തിപ്പെടാറുണ്ട്. അതിന് പറ്റിയൊരു ജോലി ആയതുകൊണ്ട് എല്ലാത്തിലും എത്തിപ്പെടാൻ പറ്റാറുണ്ട്. ഈ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ പൂരം നമ്മൾ അറിയുന്ന പോലെ ഒരു സംഭവമാണ്. പക്ഷേ ഹരിദാസേട്ടനെ പരിചയപ്പെടുത്തുമ്പോൾ ഹരിദാസേട്ടൻ ട്രക്കിങ്ങിൽ കാടുകളിൽ നടന്നുപോയ ഒരു കാലം നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം മനോരമയൊക്കെ സൺഡേ സപ്ലിമെൻറ്റുകളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് കിട്ടിയ വിവരമാണ്. അതെങ്ങനെയാണ് ആ ഒരു യാത്ര? അതായത് 1988 നമ്മൾ ഒല്ലൂർ കേന്ദ്രമാക്കിയിട്ടൊരു സാഹസിക സാംസ്കാരിക സംഘം എന്ന് പറഞ്ഞൊരു സംഘത്തിൽ ചേർന്നത്. അപ്പോൾ നമ്മൾ ഈ വനമേഖലകളൊക്കെ പോകുമ്പോൾ വലിയ വലിയ മലകൾ കാണുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ എപ്പോഴെങ്കിലും പോകാൻ പറ്റിയെങ്കിലോ എന്ന് കുഴപ്പം തോന്നാറുണ്ട്. അത് എല്ലാവർക്കും തോന്നാറുണ്ട്. പക്ഷെ ഞാനതൊന്നും യാഥാർത്ഥ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
അതില് വയനാട്ടില് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തെ ഒരു ഹെലികോപ്റ്ററോ പ്ലെയിനോ ഒക്കെ തകർന്നു കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ ഒരു അനുഭവം, ഏതെങ്കിലും ഒരു അനുഭവം പറയണതിന്റെ കൂട്ടത്തില് അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാല്, അത് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. ഞാൻ എന്നാലും അതിന്റെ അനുഭവം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചെറുതായിട്ട് പറഞ്ഞാൽ മതി. ഈ മുത്തിക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനമേഖലയിലാണ് ഇങ്ങനെ ഒരു സംഭവം അവിടുത്തെ ഒരു ആദിവാസി മൂപ്പൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് റെക്കോർഡിലൊക്കെ ഇതുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഇന്നത്തെ കാലത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അന്ന് നമ്മൾ അവിടേക്കൊരു മണ്ണാർക്കാട് ഫോറസ്റ്റിൽ നിന്ന് ഒരു പെർമിഷനൊക്കെ എടുത്തിട്ട് കുറച്ച് ആദിവാസികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു 10-27 പേര് അന്ന് ഒരു 3 ദിവസം കാട്ടിൽ തങ്ങാനായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റിൽ പോയിട്ട്, രണ്ടാം ദിവസമാണ് ഈ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പേപ്പറിലൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ എല്ലാ പത്രത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അതിൻ്റെ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രിട്ടീഷ് എംബസിയിലൊക്കെ കൊടുത്ത് ചെറിയൊരു വാർത്തയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിരവധി പേരുടെ അനുഭവങ്ങളാണ് ഒരു പൂരക്കാലം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കാണുന്ന മേളക്കാരുടെ, പൂരത്തിൻ്റെ ആളുകളുടെ, അതുമാത്രമല്ല മേളവും പൂരവും തന്നെ മാത്രമല്ല, ഇതിനൊക്കെ അപ്പുറം നമ്മളെപ്പോലെ ക്യാമറയും കൈ പിടിച്ച് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഹരിദാസനെ പോലെ ഉള്ള ആളുകളുടെയും അനുഭവമാണ് പൂരം. ആ പൂരക്കാലത്തിലേക്ക് നമ്മൾ ഇനിയും തുടങ്ങുകയാണ്, ഒരു പൂരകാലത്തിലേക്ക്. അപ്പോൾ ഹരിദാസേട്ടാ, ഇനിയും മിഴിവാർന്ന ചിത്രങ്ങൾ ലോകത്തിൽ കാണാനായിട്ട് ഹരിദാസന്റെ ക്യാമറ ഇനിയും സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പൂരക്കാലത്തിലേക്ക് പോവാം. നമസ്കാരം. പൂരത്തിൻ്റെ കഥയിൽ നിന്ന് പ്രത്യേകം പറയേണ്ടുന്നൊരു കഥയുണ്ടായിരുന്നു. അത് ഈ പൂരക്കാലത്തന്നെ മറ്റൊരു ദിവസം പറയാം. 25 വർഷം തേക്കാണ് പ്രിയപ്പെട്ട ചെറുശ്ശേരി കുട്ടേട്ടൻ എന്നുള്ള ചെറുശ്ശേരി കുട്ടന്മാരാർ. പൂരം കാണുന്ന കാലത്ത് നമ്മൾ കണ്ട ആദ്യ മേളക്കാരൻ, ആദ്യ മേളപ്രമാണി എന്ന് ചെറുശ്ശേരി കുട്ടേട്ടനെ പറയാം. കാരണം തൃക്കൂരമ്പലത്തിലെ എത്രയോ വർഷം മുമ്പ് നമ്മൾ 90കളിൽ പൂരം കാണാൻ പോകുന്ന കാലത്ത്, അന്ന് ഉദയനും ചെറുശ്ശേരിയും സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. സൈക്ലോണിലാണ് അദ്ദേഹം വരാറ്. പൂരം ഇത്രയ്ക്കൊക്കെ പേരെടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ നമ്മൾ പരിചയപ്പെട്ട ആദ്യ മേളപ്രമാണി, അദ്ദേഹത്തിൻ്റെ 25 വർഷം നീണ്ട ഇവിടുത്തെ സബരിയ ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുക കൂടിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയാം അതിനെക്കുറിച്ച്. അതൊന്നും വിട്ടുപോകാൻ പാടില്ലാത്ത, അടയാളപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ്. ഊരകത്തമ്മ തിരുവടിയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ട്. കഥകളുമായിട്ട് പിന്നെയും വരാം. ഇത് തന്നെയാണല്ലോ പരിപാടി.
ഐസ്ക്രീം ഇവിടെ കിട്ടും. ഐസ്ക്രീം തിന്നാലേ